ഹായ് ഗായ്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് കുറേ മുമ്പ് എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഇപ്പോഴാണ് എനിക്ക് എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടിയത്. വേറൊന്നുമല്ല, എപ്പോൾ എഡിറ്റ് ചെയ്യാനിരിക്കുമ്പോഴും സിയ കണ്ടു കഴിഞ്ഞാൽ അവൾ ഫോൺ വാങ്ങിച്ചിട്ട് പോകും, പിന്നെ അവൾ വീഡിയോ നോക്കും. അതാണ് അവസ്ഥ. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഇത് നമ്മൾ വെക്കേഷനിൽ നാട്ടിൽ പോയ സമയത്ത് എടുത്ത വീഡിയോ ആണ്. ആക്ച്വലി ഇത് എനിക്ക് എഡിറ്റ് ചെയ്യാൻ കുറേ ടൈം എടുത്തു. എഡിറ്റ് ചെയ്യാനല്ല, എപ്പോൾ എഡിറ്റ് ചെയ്യാനിരിക്കുമ്പോഴും സിയ ഫോൺ വാങ്ങിക്കൊണ്ട് പോകും, പിന്നെ അവൾ വീഡിയോ നോക്കും. അങ്ങനെയാണ്. അപ്പോൾ ഇപ്പോഴാണ് സമയം കിട്ടിയത്. അപ്പോൾ ബന്ധുവിൻ്റെ വീട്ടിൽ പോയിട്ട് ഉച്ചക്കുള്ള ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുന്ന സമയത്താണ് സിയ അവളുടെ ഫീഡിങ് ബോട്ടിലെടുത്ത് എൻ്റെ ചേച്ചീൻ്റെ വായിൽ കുത്തിക്കൊടുക്കുകയാണ്. അങ്ങനെ അവളുടെ ഉറക്കം ഡിസ്റ്റർബ് ചെയ്തപ്പോൾ സിയക്കൊരു മനസ്സമാധാനം. അങ്ങനെ ഉറക്കമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വൈകുന്നേരം ആയപ്പോൾ ഈവനിങ് വാക്കിന് പോയി. നല്ലൊരു സ്ഥലമായിരുന്നു, കുന്നിൻ പ്രദേശമായിരുന്നു. അപ്പോൾ നല്ലൊരു സൂര്യൻ അസ്തമിക്കുന്നതൊക്കെ കണ്ട് നല്ല വൈബായിരുന്നു. അങ്ങനെ ഞങ്ങൾ നടന്നുകൊണ്ട് പോയി. ആക്ച്വലി ഞങ്ങൾ ചുമ്മാ നടക്കാൻ ഇറങ്ങിയതാണ്, കുറച്ച് സ്ഥലമൊക്കെ കാണാനുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ പറഞ്ഞുകൊണ്ട് പോകുന്നതും ഈ സമയത്തുള്ള ചക്ക കിട്ടിയാൽ കൊണ്ടുവരണം എന്നൊക്കെയാണ് എൻ്റെ മൂത്തയോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അപ്രതീക്ഷിതമായി ഞങ്ങൾ ഒട്ടും പ്രതീക്ഷയില്ല. അവിടെ എത്തിയപ്പോഴത്തേക്കും പ്ലാവിൻ്റെ കുണ്ടിൽ 2 ചക്ക വീണിട്ടുണ്ടായിരുന്നു. ആദ്യം ഞങ്ങൾ ഒരു ചക്ക മാത്രമേ കണ്ടുള്ളൂ. അത് ആദ്യം വെട്ടിയപ്പോൾ നല്ല കൊള്ളായിരുന്നു. പുറം തോല് വെച്ചിട്ട് നമ്മൾ ഒരിക്കലും അകത്തുള്ളതിനെ വിലയിരുത്താൻ പാടില്ല എന്ന് പറഞ്ഞ് ഇതൊക്കെയാണ്. പുറം കറുത്തിട്ടായിരുന്നു, പക്ഷെ വെട്ടിയ സമയത്ത് പറയാതിരിക്കാൻ വയ്യ, അത്ര ടേസ്റ്റ് ചക്കയാണ്. അങ്ങനെ ഞങ്ങൾ ഒന്നുകൂടെ അവിടെ വേറൊന്നുകൂടെ ഉണ്ടായിരുന്നു, അതും കൂടെ എടുത്ത് എല്ലാം ഞങ്ങൾ പരിസരബോധം മറന്നിട്ട് അവിടെ റോഡിൽ നിന്ന് തന്നെ വെട്ടി എല്ലാവരും വയറ്റിലാക്കി. നല്ല ടേസ്റ്റ് ആയിരുന്നു. കുഞ്ഞുമക്കളും ഞങ്ങളെല്ലാവരും കഴിച്ചു. സത്യം പറഞ്ഞാൽ നമ്മൾ പ്രവാസികൾക്ക് ചക്ക എന്ന് പറഞ്ഞത് വേറെ തന്നെ ഒരു വികാരമാണ്. എനിക്കെന്ന് പറഞ്ഞാൽ ചക്ക എന്ന് പറഞ്ഞാൽ അതിന് ചക്കക്ക് പകരം വെക്കാൻ എനിക്ക് മറ്റൊന്നുമില്ല. ചക്ക എപ്പോൾ കിട്ടിയാലും ഏത് രാത്രി കിട്ടിയാലും ഞാൻ കഴിക്കും. അങ്ങനെയാണ്. അപ്പോൾ ചക്കക്ക് തീറ്റയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ വിഷുവിൻ്റെ കുറച്ച് പടക്കമൊക്കെ ബാക്കി ഉണ്ടായിരുന്നു. ഞങ്ങൾ അതൊക്കെ എടുത്ത് ഞങ്ങളുടെ വിഷുവിൻ്റെ ആഘോഷവും ഇവിടെ ആഘോഷിച്ചു. ആക്ച്വലി ഞങ്ങൾ വിഷുവിൻ്റെ സമയത്ത് ദുബായിലായിരുന്നു. അപ്പോൾ ആ പടക്കമൊക്കെ ബാക്കിയുള്ളതുകൊണ്ട് അത് നമ്മൾ പൊട്ടിച്ച് ആഘോഷിച്ചു. കുട്ടികളൊക്കെ നല്ലോണം എൻജോയ് ചെയ്തത്. അവർ ആദ്യമായിട്ടാണ് ഈ സാധനമൊക്കെ കാണുന്നത്. ആക്ച്വലി അതിനുശേഷം വല്ലാത്തൊരു കരച്ചിലായിരുന്നു സിയ. ഇത് കഴിഞ്ഞതിന് ശേഷം വേണമെന്ന് പറഞ്ഞിട്ട് ആ കരച്ചിലാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവസാനം സിയോന് എന്തൊക്കെയോ വിഷയം മാറ്റിയിട്ട് അകത്തേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ ടാറ്റാ ബൈ ബൈ ഗൈസ്.